ഹായ്. സോ ഞാൻ 2023 സെപ്റ്റംബറിലാണ് ട്രേഡിംഗ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മിക്ക ബിഗിനേഴ്സും കാണിക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഉടനെ ഹ്യൂജ് ക്യാപിറ്റൽ കൊണ്ടിട്ട് ട്രേഡിംഗ് ഫിഗർ ഔട്ട് ചെയ്യാൻ നോക്കും. പെട്ടെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും എന്നോർത്തിട്ടാണ് ഇതിനകത്തോടെ പൈസ ഇട്ട് ശ്രമിക്കുന്നത്. ബട്ട് ദേ ഇവൻച്വലി ലൂസ് മണി. അങ്ങനെ ആ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആകുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ പൈസ ഇട്ട് വീണ്ടും ട്രൈ ഔട്ട് ചെയ്ത് അതും പോയി കഴിയുമ്പോഴത്തേനും അവർ പയ്യെ നിർത്തും. ദിസ് ഇസ് വൈ മോസ്റ്റ് ഓഫ് ദം ഫെയിൽ ഇൻ ട്രേഡിംഗ്. എൻ്റെ കേസിൽ ഞാൻ 2+ years ആയിട്ട് ട്രേഡ് ചെയ്യുന്നു. എനിക്ക് എത്ര രൂപ നഷ്ടം വന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഐ ടെൽ യു ദ ആൻസർ ആൻഡ് യു മൈറ്റ് ബി സർപ്രൈസ്ഡ്. എനിക്ക് അത് 6500 രൂപ മാത്രമേ നഷ്ടം വന്നിട്ടുള്ളൂ ഇതുവരെ ട്രേഡ് ചെയ്തിട്ട്, 2.5 വർഷം ട്രേഡ് ചെയ്തിട്ട്. ആൻഡ് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഹൗ ഡിഡ് യു ഡു ദാറ്റ്? അപ്പോൾ ഞാനുള്ള ആൻസറാണ് ഈ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയ്ക്ക് അത് ഷെയർ ചെയ്യാൻ ഓർത്തത്. ചിലപ്പം നിങ്ങൾ ഇതേ മെത്തേഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടെ നഷ്ടങ്ങൾ കുറയ്ക്കാം ഇഫ് യു ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഔട്ട് ഇൻ ട്രേഡിംഗ്. ചിലപ്പം ചിലർക്ക് ഈ മെത്തേഡ് ആപ്ലിക്കബിൾ ആയിരിക്കില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ വർക്കൗട്ട് ആകത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ മെത്തേഡ് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എടുക്കുന്ന അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്ത് തരാം. ആൻഡ് യു ഗൈസ് ഓൾസോ ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട് എന്ന് തോന്നുന്നത്. സോ ഞാൻ ട്രേഡിംഗ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഡെമോ അക്കൗണ്ട്സിനാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഐ ട്രേഡഡ് ഡെമോ അക്കൗണ്ട്സ് ഫോർ 6 months. 6 മാസം ഞാൻ പഠിക്കുന്ന കൂട്ടത്തിൽ ICT പഠിക്കാൻ തന്നെ എടുക്കും ഒരു 6 months. ഒരു ബേസിക് നോളജ് കിട്ടാൻ തന്നെ എടുക്കും 6 months. അപ്പം ഞാൻ ഓർത്തു ഡെമോ ചെയ്യാം, വെറുതെ ക്യാപിറ്റൽ കൊണ്ടിട്ട് ട്രൈ ഔട്ട് ചെയ്യേണ്ട, ഇത് പഠിക്കുന്നതിന് വരെ ഡെമോ അക്കൗണ്ട്സ് ഉണ്ടല്ലോ, പേപ്പർ ട്രേഡിംഗ് അവൈലബിൾ ഉള്ളപ്പം നമ്മൾ എന്തിനാണ് പൈസ ഇട്ട് വെറുതെ നഷ്ടത്തിലേക്ക് പോകുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ ഡെമോ അക്കൗണ്ട്സിലാണ് ട്രേഡ് ചെയ്ത് പഠിക്കുന്നത്. സോ ഓൾമോസ്റ്റ് ഫോർ 6 months, ഓൾമോസ്റ്റ് എല്ലാ 6 months മണ്ടയിൽ ഞാൻ ഡെമോ അക്കൗണ്ട്സിൽ മാത്രമാണ് ട്രേഡ് ചെയ്ത് പഠിച്ചത്. അതിനുശേഷം എനിക്കും ലൈവ് ക്യാപിറ്റൽ ട്രേഡ് ചെയ്യണം അല്ലെങ്കിൽ ഫണ്ടഡ് അക്കൗണ്ട്സ് ട്രേഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നു. ഞാൻ 2024 ഫെബ്രുവരിയിൽ ഒരു ഫണ്ടഡ് അക്കൗണ്ട് വാങ്ങിച്ചു. സോ ഞാനിപ്പോൾ ഓർക്കുമ്പോഴത്തേനും എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വർഷമെങ്കിലും ഡെമോ ചെയ്തിട്ട് ഫണ്ടഡ് അക്കൗണ്ട് എടുത്താൽ മതിയായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. ദ ബെറ്റർ ട്രേഡർ ഇൻ മീ ഇസ് തിങ്കിങ് ലൈക്ക് ദാറ്റ്. നേരത്തെ അമേച്ചർ ഒന്നും അറിയാത്ത ടൈമിലാണ് നമ്മൾ പോയി ഫണ്ടഡ് അക്കൗണ്ട്സ് എടുക്കുന്നതും അത് പെട്ടെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചെടുക്കുന്നതൊക്കെ ആ സമയത്താണ്. അന്ന് ഞാൻ മച്ചുവറേ അല്ലായിരുന്നു ട്രേഡിങ്ങിനകത്ത്. എനിക്കൊരു നല്ല ഹാബിറ്റ് ഇല്ലായിരുന്നു. റിവെഞ്ച് ട്രേഡിങ്, ഓവർ ട്രേഡിങ്, എല്ലാവിധ ഇമോഷൻസും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ എനിക്കൊരു ട്രേഡിങ് മോഡലില്ല. ഞാൻ എന്ത് ട്രേഡ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, എല്ലാം ഫിഗർ ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. ആ സമയത്താണ് ഞാൻ പോയൊരു ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുന്നത്. സോ ഫെബ്രുവരിയിൽ ഞാൻ പോയൊരു ഫണ്ടഡ് അക്കൗണ്ട് എടുത്തു. ആൻഡ് എനിക്ക് അത് പാസ്സാക്കി എടുക്കാൻ പറ്റിയില്ല. ഓൾമോസ്റ്റ് എ ഇയർ ഞാൻ ആ ഫണ്ടഡ് അക്കൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു. ആൻഡ് മിക്കവരും ഫണ്ടഡ് അക്കൗണ്ട് എടുത്ത് ഒരു മാസത്തിനുള്ളിൽ അത് അടിച്ചു പോകാറുണ്ട് കുറച്ച് പേർക്ക്. ദ റീസൺ ഈസ് അവർ റിസ്ക് കൂട്ടി ചെയ്യും. അവർക്കൊരു മോഡൽ ഉണ്ടെങ്കിൽ റിസ്ക് കൂട്ടി ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എനിക്കൊരു മോഡൽ ഇല്ലായിരുന്നു. ഞാൻ എന്ത് ട്രേഡ് ചെയ്യണമെന്ന് ഫിഗർ ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. സോ ഞാൻ എടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാനത് പഠിക്കുന്നിടം വരെ റിസ്ക് കുറച്ച് ചെയ്യാൻ ഓർത്തു. സോ ഏറ്റവും മിനിമം റിസ്ക്കിലാണ് ഞാൻ ആ ഫണ്ടഡ് അക്കൗണ്ട്സ് എല്ലാം തന്നെ ട്രേഡ് ചെയ്തിരുന്നത്. ആൻഡ് 10Kയുടെ ഫണ്ടഡ് അക്കൗണ്ടാണ് ഞാൻ അന്ന് എടുത്തത്. ഒരു ഫണ്ടിങ് പിപ്സിൻ്റെ 10Kയുടെ നോർമൽ ഫണ്ട് അക്കൗണ്ട്, 2-step അക്കൗണ്ടാണ് എടുത്തത്. ആൻഡ് ഐ ട്രേഡഡ് ഇറ്റ് ഫോർ സച്ച് എ ലോങ് ടൈം. ഒരു വർഷത്തോളം ഞാൻ സ്ട്രഗിൾ ചെയ്തു. എൻ്റെ ഇമോഷൻസ് ഫിഗർ ഔട്ട് ചെയ്യാനും എൻ്റെ സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കാനും ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാക്കിയെടുക്കാനും എല്ലാം ഞാൻ ആ അക്കൗണ്ട് വെച്ചിട്ടാണ് പഠിച്ചത്. ആൻഡ് ഇവൻച്വലി അത് നല്ല രീതിയിൽ ഡ്രോ ഡൗണിൽ പോയി. ഇടയ്ക്ക് മേളിൽ കയറി വരും, പിന്നെ അത് താഴെ ഇറങ്ങും, പിന്നെ അത് മേളിൽ കയറും, പിന്നെ താഴെ ഇറങ്ങും. അങ്ങനെ അത് പിന്നെ ഡ്രോ ഡൗണിൽ പോയി. അത് തിരിച്ച് കയറ്റാൻ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്നു. ആൻഡ് ലാസ്റ്റ് ഐ ലോസ്റ്റ് ഇറ്റ്. ആ ഒരു അക്കൗണ്ട് ബ്രീച്ചായി. അതാണ് എൻ്റെ ആദ്യത്തെ അക്കൗണ്ട് ഞാൻ ബ്രീച്ച് ചെയ്യുന്നത്. ആൻഡ് അവിടെയാണ് എനിക്ക് 6400 സംതിങ് അക്കൗണ്ട് പർച്ചേസ് ചെയ്തതിൻ്റെ ലോസ് വരുന്നത്. 6400 രൂപ മാത്രമാണ് എനിക്ക് നഷ്ടം വന്നത്. അതിനുശേഷം ഞാൻ ജാനുവരിയിൽ ഒരു അക്കൗണ്ട് കൂടെ എടുത്തു. ദാറ്റ് ഈസ് അനദർ 10K അക്കൗണ്ട് ഓൺ ഫണ്ടിങ് പിപ്സ്. അത് ട്രേഡ് ചെയ്ത് വന്നതിന് ശേഷം അവരെനിക്കൊരു 5Kയുടെ ഫ്രീ അക്കൗണ്ട് തന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അന്ന് എന്തോ മെയിൻ്റനൻസ് ഇഷ്യൂ ഒക്കെ വന്നപ്പോഴത്തേനും എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് അവർ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു 5Kയുടെ അക്കൗണ്ട് കൂടെ ഫ്രീ ആയിട്ട് വന്നു. സോ ഐ ഹാവ് എ 5K Pro അക്കൗണ്ട് ആൻഡ് 10Kയുടെ നോർമലായിട്ടുള്ള 2-step അക്കൗണ്ട്. സോ അതാണ് ഞാനിപ്പം കറൻ്റ് ട്രേഡ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 അക്കൗണ്ട്സ് CFDക്കകത്ത്. അതിനുശേഷം സെപ്റ്റംബറിൽ എനിക്ക് ഒരു ഫ്യൂച്ചേഴ്സിൻ്റെ ഗിവ് അവേ കിട്ടിയ ഒരു $1 80 രൂപ ചിലവ് വന്നുള്ളൂ. അന്ന് 80 രൂപയ്ക്ക് എനിക്ക് ഒരു അക്കൗണ്ട് കിട്ടി 50Kയുടെ. അത് ഞാൻ ബ്രീച്ച് ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടത് പോയി, നഷ്ടം വന്ന് പോയതല്ല, ഡ്രോ ഡൗൺ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ പോയതല്ല. ആ ടൈം ലിമിറ്റിനുള്ളിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് അക്കൗണ്ട് പോയതാണ്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. യു ഗൈസ് ക്യാൻ വാച്ച് ഇറ്റ്.
സോ ഇപ്പോൾ എൻ്റെ കറൻ്റ്ലി 10K 5K ഉണ്ട്. 5Kക്കകത്ത് ഞാൻ ഫസ്റ്റ് ഫേസ് പാസ്സായി, സെക്കൻഡ് ഫേസ് ഡ്രോ ഡൗണിൽ പോയി. അതെങ്ങനെയും തിരിച്ച് കയറ്റാൻ നോക്കുന്നുണ്ട്. ആൻഡ് 10Kക്കകത്ത് ഞാൻ ഇപ്പോൾ കുറച്ച് ഡ്രോ ഡൗണിലാണ് നിൽക്കുന്നത്. അതിടയ്ക്ക് ഞാനൊരു ഫസ്റ്റ് ഫേസ് പാസ്സാകുന്നതിൻ്റെ അത്രയും എത്തിച്ചു. ഓൾമോസ്റ്റ് 7% ഞാൻ അപ്പാക്കിയതിന് ശേഷം വീണ്ടും ഡ്രോ ഡൗണിൽ പോയി. എല്ലാവർക്കും പറ്റുന്ന സെയിം സാധനം തന്നെയാണ്. നമ്മളൊരു എന്തെങ്കിലും ഫിഗർ ഔട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്ന സമയത്ത് വീണ്ടും നമ്മളെ മാർക്കറ്റ് ഹംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടിച്ച് താഴെ ഇടും. ആൻഡ് ഇതെല്ലാം ബെറ്റർ ആകാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ ചെയ്ത് വെച്ചിരുന്ന മിസ്റ്റേക്സ് റിഫൈൻ ചെയ്യാനും ബെറ്റർ ആകാനും വേണ്ടിയിട്ട്. സോ ഈ മെത്തേഡ്സാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. സോ സ്റ്റാർട്ടഡ് ഓൺ എ ഡെമോ അക്കൗണ്ട്, പിന്നെ ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുത്ത് ഒരു മോഡൽ അല്ലെങ്കിൽ എഡ്ജ് വരുന്നിടം വരെ റിസ്ക് ഏറ്റവും മിനിമലായിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്തിരുന്നത്. ആൻഡ് നോർമലി ആൾക്കാർ പറയാനുള്ള കേസ്, ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുത്ത് ഇത്രയും നാൾ നീട്ടിക്കൊണ്ട് പോകല്, വലിച്ചു നീട്ടി പാസ്സാകുന്നിടം വരെ പാസ്സാവുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കില്ലെന്ന് പറയുന്നത്. കട്ട് ഓഫ് ചെയ്യാൻ പറയാറുണ്ട്. അത് കുഴപ്പമില്ല. നിങ്ങൾക്കൊരു മോഡൽ ഉണ്ടെങ്കിൽ കട്ട് ഓഫ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളൊരു മോഡൽ ഫിഗർ ഔട്ട് ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ടൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നിടം വരെ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ലോ റിസ്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. പലർക്കും പല അപ്രോച്ചാണ്, അതാണ് ഞാൻ പറഞ്ഞത്. ചിലർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് ലോജിക്കലി വർക്കൗട്ട് ആവില്ല എന്ന് തോന്നുന്നുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ട്രൈ ഔട്ട് ചെയ്യുന്നതാണ്. ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വൺ വേ പാത്ത് അല്ല, ഒരൊറ്റ വഴി കൂടെ മാത്രമല്ല നമുക്ക് ആ അറ്റത്ത് ചെല്ലാൻ പറ്റുന്നത്. ഇറ്റ്സ് ലൈക്ക് കാൽക്കുലേറ്റിംഗ്. 10 എന്നുള്ള നമ്പർ കിട്ടാൻ വേണ്ടി 5 കൂടെ കൂട്ടിയാൽ 10 കിട്ടും, 1 9 കൂട്ടിയാൽ 10 കിട്ടും, 6 4 കൂട്ടിയാലും 10 കിട്ടും. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ട്രൈങ് ഇറ്റ് യുവർ ഓൺ വേ. എൻ്റെ ഒരു മെത്തേഡാണ് പറയുന്നത്. ആൻഡ് ഇത് കാരണം എനിക്കധികം നഷ്ടമൊന്നും വന്നിട്ടില്ല. ആൻഡ് ഇപ്പം ഞാനൊരു 50Kയുടെ അക്കൗണ്ടോട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ കറൻറ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ വീണ്ടും ഒരു 6000 രൂപയും, ഇപ്പോൾ 50Kയുടെ പർച്ചേസ് ചെയ്യാൻ വീണ്ടും ഒരു 6500 സംതിങ്. സോ ഒരു 12K ഇപ്പം ഓൺ ദ ലൈനാണ് ഇപ്പോൾ അത് ട്രേഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇൻ കേസ് അത് പോയാൽ മാത്രം, ആ 2 അക്കൗണ്ടും എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ മാത്രമേ എനിക്കവിടെ നഷ്ടം വരുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഇറ്റ്സ് ലൈക്ക് 6500 rupees ഓൺലി. ആൻഡ് എൻ്റെ കേസിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. എനിക്കധികം നഷ്ടം വന്നിട്ടില്ല. ദാറ്റ്സ് വാട്ട് കീപ്പിംഗ് മീ ഇൻ ദിസ് ഗെയിം. അധികം നഷ്ടം വരാത്തപ്പോൾ നമുക്ക് ഇനിയും ട്രൈ ഔട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരുപാട് നഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും എടുത്തു പോകും. ആൻഡ് വി മൈറ്റ് ക്വിറ്റ് ട്രേഡിങ്. അപ്പം എനിക്കിത് ഫിഗർ ഔട്ട് ചെയ്യണമെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് ഇത് പഠിച്ച് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ലോ റിസ്കിൽ എൻ്റെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നിടം വരെ, എൻ്റെ ഒരു മോഡൽ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നിടം വരെ ഞാൻ ലോ റിസ്കിലാണ് ചെയ്തേക്കുന്നത്. ഇപ്പം എനിക്ക് എൻ്റെ ഒരു മോഡൽ കിട്ടി. നൗ ഐ ഹാവ് ഇൻക്രീസ് മൈ റിസ്ക്. ഇപ്പം ഞാൻ 1%, 0.5 to 1%, അതാണ് മാക്സിമം. അതിലാണ് ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ഇനി എനിക്ക് റിസ്ക് കൂട്ടി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആൻഡ് ഐ എം ഗോയിങ് മോർ അഗ്രസീവ് റൈറ്റ് നൗ. കുഴപ്പമില്ല, എനിക്ക് എൻ്റെ മോഡൽ കിട്ടി എന്നുള്ള ഐഡിയ എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാനത് ആ ഒരു മെത്തേഡിലേക്ക് ഇപ്പം മുന്നോട്ട് പോകുന്നത്. ആൻഡ് ആസ് ഐ സെഡ് ഇൻ മൈ പ്രീവിയസ് വീഡിയോ, എൻ്റെ ഒരു മോഡൽ എന്താണെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം വൺസ് ഐ പാസ് മൈ ഫസ്റ്റ് ഫണ്ടഡ് അക്കൗണ്ട്. ഒരു അക്കൗണ്ടെങ്കിലും പാസ്സാകാതെ ഞാൻ നിങ്ങൾക്ക് ആ മോഡൽ ഷെയർ ചെയ്തിട്ട് ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. ബിക്കോസ് എനിക്ക് തന്നെ ഒരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് വേണമല്ലോ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരണമെങ്കിൽ. ഇറ്റ്സ് വർക്കിംഗ് ഫോർ മീ എന്ന് എനിക്ക് പറയണമെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് എൻ്റെ അക്കൗണ്ട് വെച്ചിട്ടൊരു പ്രൂഫ് എനിക്ക് വേണം. അതുകൊണ്ടാണ് ഞാനത് ഇതുവരെ ഷെയർ ചെയ്യാത്തത്. ആൻഡ് ഐ ഷെയർ ഇൻ ഡീറ്റെയിൽ ഞാൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. സോ യു ഗൈസ് ഓൾസോ അപ്ലൈ ദിസ് മെത്തേഡ്. നിങ്ങളിപ്പം പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളെങ്കിൽ ദയവ് ചെയ്ത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. നിങ്ങൾ ആദ്യം പോയി ഡെമോ അക്കൗണ്ട്സ് പേപ്പർ ട്രേഡ് ചെയ്യുക ഒരു 6 months to 1 year. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഒരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. ഹീ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഔട്ട് ഇൻ ട്രേഡിങ്. ഞാൻ അവനോട് പറഞ്ഞ മെത്തേഡും ഇത് തന്നെയാണ്. ഡു നോട്ട് ഇൻവെസ്റ്റ് എനി മണി ഇൻ ടു ട്രേഡിങ് ആസ് യു സ്റ്റാർട്ട് ലേണിംഗ് ഇറ്റ്. നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ ഒരു മോഡൽ ഫിഗർ ഔട്ട് ചെയ്യുന്നിടം വരെ, നിങ്ങൾക്ക് എന്ത് വർക്കൗട്ട് ആവുമെന്ന് ഫിഗർ ഔട്ട് ചെയ്യുന്നിടം വരെ, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ വെക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സൈക്കോളജി മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നിടം വരെ പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ജസ്റ്റ് ലേൺ ഇറ്റ് ഫോർ ഫ്രീ. യൂട്യൂബ് നോക്കി പഠിക്കാൻ പറ്റും, ഫ്രീ ആണ്. അതിന് വേറെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കോഴ്സ് വാങ്ങിക്കാൻ പോലും പൈസ മുടക്കിയിട്ടില്ല. ഐ ലേൺ ഇറ്റ് ഫോർ ഫ്രീ ഓൺ യൂട്യൂബ്. ആൻഡ് അത് തന്നെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഏതൊക്കെ വീഡിയോ കാണാമെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. സോ വാച്ച് ഇറ്റ് ഫോർ ഫ്രീ ആൻഡ് ലേൺ ഇറ്റ് ഫോർ ഫ്രീ ആൻഡ് പ്രാക്ടീസ് ഇറ്റ് ഫോർ ഫ്രീ. ആൻഡ് നിങ്ങൾക്കൊരു മോഡൽ ഐഡൻറ്റിഫൈ ആയി എന്ന് ഉറപ്പ് വരുന്ന, അല്ലെങ്കിൽ വിത്ത് ഡേറ്റ നിങ്ങളത് ജേർണൽ ചെയ്യുക. നിങ്ങൾക്ക് പ്രൂഫ് ഉണ്ട് നിങ്ങളുടെ മോഡൽ വർക്കൗട്ട് ആകുന്നുണ്ട്, ഇത്രത്തോളം ഇൻട്രേറ്റ് എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള പ്രൂഫ് കിട്ടിയതിന് ശേഷം മാത്രം പോയി ഒരു ഫണ്ടർ അക്കൗണ്ട് പർച്ചേസ് ചെയ്യുമോ ട്രൈ ഔട്ട് ചെയ്യുമോ നോക്കുക. ഏർലി സ്റ്റേജസിൽ കൊണ്ട് പൈസ ഇട്ട് അക്കൗണ്ട് ബ്ലോ ചെയ്ത് കളയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്കൊരു മോഡൽ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്ത് നിങ്ങളുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്ത് ട്രേഡ് എടുക്കുന്നതാണ്. ദാറ്റ്സ് ഹൗ യു ഗ്രോ ഇൻ ട്രേഡിങ്. ഈ മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഹാസ് ഹെൽപ്പ് മീ എ ലോട്ട്. ആസ് ഐ ടോൾഡ് യു, എനിക്ക് 6500 രൂപ മാത്രമേ ഇതുവരെ പോയിട്ടുള്ളൂ. സോ ഇറ്റ് ഹെൽപ്പ് മീ റെഡ്യൂസ് മൈ ലോസസ് ആൻഡ് ഓൾസോ കെപ് മീ ഇൻ ദ ഗെയിം. സോ നിങ്ങളും ഇത് ട്രൈ ഔട്ട് ചെയ്യുക. ഇഫ് ഇറ്റ് വർക്ക്സ് ഫോർ യു, ലെറ്റ് മീ നോ.